വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യവും. യന്ത്രങ്ങളിൽ ഏറ്റവും സൗമ്യമായ യന്ത്രവും, എന്നാൽ അത് വരയ്ക്കാനും എഴുതാനും പൂജിക്കാനും വളരെ എളുപ്പവുമാണ്. ആ യന്ത്രത്തിൻ്റെ പേരാണ് ബാലയന്ത്രം. ഈ ബാലയന്ത്രം സാധാരണ കുട്ടികൾക്ക് എഴുതിയിട്ട് കൊടുക്കാറുണ്ട്. അത് കാണാനല്ല എഴുതിയിട്ട് കൊടുക്കുന്നത്. കുട്ടികൾക്ക് നമ്മൾ ബാലയന്ത്രം എഴുതി ഇടണം എന്ന് പറയുന്നതിൻ്റെ കാരണം, കുഞ്ഞു ശരീരങ്ങളെല്ലാം ദൈവങ്ങളുടെ ശരീരങ്ങളാണ്. ഈ കുഞ്ഞു ശരീരത്തിനകത്ത് പെട്ടെന്ന് കയറി നെഗറ്റീവ് ബാധിച്ച് അതിൻ്റെ 2.5 വയസ്സ് കഴിയാൻ നേരത്ത് നമ്മൾ കൊണ്ടുപോയി ആദ്യ അക്ഷരം കുറിക്കാൻ കൊണ്ടുപോയി ഇരുത്തും. ഈ നെഗറ്റീവിനെയാണ് നമ്മൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? എഴുതിക്കാൻ കൊണ്ടുപോകുന്നത്. കുഞ്ഞ് നമ്മുടെ ആണെങ്കിലും അതിൻ്റെ ശരീരത്തിൽ നെഗറ്റീവിൻ്റെ ഭൂതപ്രേതാദി പിശാചുക്കളുടെയൊക്കെ ഉപദ്രവഗതികൾ കാണുമായിരിക്കും. ഇതൊന്നും കയറാതിരിക്കാനാണ് നമ്മൾ ഈ ഇളിയിൽ മറ്റേ ആ കറുത്ത മൂരി വരാതിരിക്കാനായിട്ടുള്ള സംഭവങ്ങളും ചരടുകളും എല്ലാം ഒക്കെ കിട്ടുന്നത്. പക്ഷെ നമ്മുടെ വിശ്വാസപ്രകാരം ബാലയന്ത്രം എന്ന് പറയുന്ന യന്ത്രം അതിൻ്റെ ഒരു 2.5 വയസ്സിൽ ചെയ്യിപ്പിച്ച് ശരീരത്തിൽ ഇടണം. കാരണം ബുദ്ധ്യം എന്ന് പറയുന്ന ഒരു കളരിയിൽ ചെന്ന് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാൻ നേരത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ബുദ്ധി വൈഭവം അതിനുണ്ടായിരിക്കണം. അടിസ്ഥാനപരമായിട്ട് ഇടുന്നത് ഉറപ്പിച്ചിട്ടാൽ പിന്നീട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അത് കയറി അങ്ങ് വിൽക്കുള്ളൂ. വളർന്നു കഴിഞ്ഞ് 10ാം ക്ലാസ് എക്സാം എഴുതാൻ ചെല്ലാൻ നേരത്താണ് വിദ്യാരാജഗോപാല യന്ത്രം എഴുതി ഇടാൻ നടക്കുന്നത്. അതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ ഏത് കാര്യം ചെയ്യുന്നുവോ അത് അടിസ്ഥാനപരമായിട്ട് അത് ആദ്യം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഗുണഗതി അത് വളർന്ന് പന്തലിച്ച് നമുക്ക് തരും. പക്ഷേ മുറ്റുന്ന സമയമാവാൻ നേരത്ത് ചവിട്ടിപ്പോയി വീണ്ടും വളവിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ 2.5 വയസ്സ് കഴിയാൻ നേരത്ത് ബാലയന്ത്രം എഴുതി ഇട്ടോണം. അതിനെന്താ അതിൻ്റെ കാരണം? ദേവീയന്ത്രമാണ്. അതിപരാശക്തിയായ അമ്മയുടെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും. കൂടാതെ ബുദ്ധിശക്തി വികസിക്കും, സർവൈശ്വര്യവും ഉണ്ടാകും. ബുദ്ധിയുള്ളവന് പണമുണ്ട്, പണമുള്ളവന് ബഹുമാനമുണ്ട്, ബഹുമാനമുള്ളവന് മറ്റുള്ള വ്യക്തികൾ ആദരിക്കും, ആദരിക്കുന്നവന് പവറുണ്ട്, പവറുള്ളവൻ എന്താണ്? മണവും ഗുണവും ഉണ്ട്. ഇല്ലാത്തവൻ നോക്കിയിരിക്കാനേ പറ്റൂ. ഇല്ലാത്ത ആളുകൾക്ക് നോക്കിയിരിക്കാനേ പറ്റും. അപ്പോൾ ഇത് നല്ല മനസ്സോടുകൂടി കൈകാര്യം ചെയ്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് അതെന്തുവാ അത് കേട്ടത് ശരിയാണോ, ഇത് ഇട്ടാൽ എങ്ങനെയാണ്, ഈ ജോലികളുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ആളുകളടുത്ത് പോയി ദൈവത്തെ ഓർത്ത് ആ കാര്യങ്ങൾ നിങ്ങളാരും ചോദിക്കാനും പോകരുത്. ക്ഷേത്രങ്ങളിൽ ചെന്ന് തിരുമേനിമാരുണ്ട്, നല്ല അറിയപ്പെടുന്ന ജ്യോത്സ്യന്മാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യക്തികളടുത്ത് ചെന്ന് ഇങ്ങനൊരു കാര്യം കേട്ട് ഇതെങ്ങനെ ഉണ്ട്, നല്ലതാണോ എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അല്ലാതെ പോകുന്നവനും വരുന്നവൻ്റെ അടുത്തുമൊക്കെ ചെന്ന് അത് കേട്ടപ്പോൾ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം ഇത് അവിടെ ചെന്ന് പറയണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ഇതിന് ചില ദേഹശുദ്ധി ക്രിയകളുണ്ട്. ഇത് എഴുതി ഇടുന്നതിനൊരു ദിവസമുണ്ട്, തിരിച്ച് മേടിക്കുന്നതിനൊരു ദിവസമുണ്ട്, അത് കൊണ്ടുപോയി കെട്ടുന്നതിനൊരു ദിവസമുണ്ട്. ഇതൊക്കെ നല്ല നല്ല സമയങ്ങൾ നോക്കി നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് ഇച്ചിരി മെനക്കേടും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് ഈ ചിലവാക്കുന്ന ഒന്നുമല്ല, ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി നമുക്ക് അവർക്ക് ഇതാരാണോ ഇടുന്നത് ആ വ്യക്തിക്ക് ഭാവി ജീവിതത്തിലേക്കുള്ള ധനമല്ല ഇന്ന് വേണ്ടത്, മനുഷ്യന് ബുദ്ധിയാണ് വേണ്ടത്. ബുദ്ധി ഇല്ലെങ്കിൽ പോയില്ല. അപ്പോൾ അതുണ്ടാവണം. അതിനൊരു വഴി ഉണ്ടാക്കി കൊടുക്കുന്ന നിങ്ങളെ ആയിരിക്കും അവർ സ്മരിക്കുന്നത്. ആ സ്നേഹം അവരുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നിങ്ങളെ ഒരിക്കലും
അനാഥാലയത്തിലും കൊണ്ടുപോകത്തില്ല. അതൊക്കെയാണ് ഈ ബുദ്ധിയുള്ളവരുടെ കൂടെ ജീവിച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത്. അച്ഛനമ്മമാരെയൊക്കെ നോക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിച്ച് കൂടെ നിലനിർത്താനും അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ പണം മാത്രം പോരാ, ചിന്തയും പോരാ, അവന് ചിന്തിക്കാനായിട്ടുള്ളൊരു ശേഷിയും കൂടെ ഉണ്ടായിരിക്കണം. എന്നാലേ ഇവ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ടതായിട്ട് വരും. അതാര് കണ്ടുകൊണ്ടിരിക്കാനാ? കുറച്ച് നാൾ ഇപ്പോൾ കാണുന്നവരെ പിന്നീട് കാണാത്ത സാഹചര്യം വന്നുകൊണ്ടിരിക്കുക. അപ്പോഴിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളേ ഉള്ളൂ, ഈശ്വരൻ. വീണ്ടും നമ്മൾ ഈശ്വരനിലോട്ട് പോവുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് എന്താ? ഇതിൻ്റെ ഒരു ബ്രഹ്മസ്ഥാനം അങ്ങ് അവിടെ ആണ്. അപ്പോൾ അവിടുന്ന് ഒരു എനർജി ഇവിടെ താഴോട്ട് കിട്ടണം. അതിനൊരു ലൈൻ നമ്മൾ കൊടുക്കുന്നതിനാണ് ഇത്തരം കാര്യങ്ങൾ എഴുതി നമ്മളുടെ ദേഹത്തിട്ട് വരുന്ന തലമുറകളെ വാർത്തെടുത്ത് അവരവരുടേതായിട്ടുള്ള ജീവിത രീതിയിലെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമ്മളൊരു വഴി ഉണ്ടാക്കി കൊടുക്കുന്നവരെ ആയിരിക്കും അവർ സ്മരിക്കുന്നത്. അതൊക്കെയാണ് ഈ യന്ത്രത്തിൻ്റെ ഉത്ഭവം, പൂർവികർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് പല തവണയും പല ആളുകൾക്കും നമ്മൾ ചെയ്ത് കൊടുത്തു, അവരൊക്കെ നല്ല റിസൾട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഇത് ഈ ഒരു വീഡിയോ വഴി നമ്മൾ അറിയിക്കുന്നത്. അപ്പം ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ബുദ്ധിശക്തിയും വൈഭവവും ഇത് കിട്ടുന്നവർക്കും ഉണ്ടാവട്ടെ. ഇത് കൃത്യമായിട്ടും വൃത്തിയായിട്ടും നമ്മളിത് പരിപാലിച്ച് ചെയ്തു പോയാൽ അതിൻ്റേതായിട്ടുള്ള ഒരു അനുഗ്രഹം നമുക്കുണ്ടായിരിക്കും. അതൊരു മാറ്റവും ഇല്ല.